എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ടീച്ചർ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് രാമായണത്തിൽ ധാരാളം രാക്ഷസന്മാരെ ശ്രീരാമചന്ദ്രൻ വധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ അത് വധിക്കുകയല്ല, അവർക്ക് മോക്ഷം കൊടുക്കുകയാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാളാണ് കബന്ധൻ എന്ന് പറയുന്ന രാക്ഷസനും അല്ലേ? ഈ ധനു എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു എന്നും ശാപത്തിലൂടെയാണ് കബന്ധനായി മാറിയതെന്നും അല്ലേ? ഈ കബന്ധന് ശരിക്കും ശിരസും കഴുത്തുമില്ല. കബന്ധൻ എന്ന് പറഞ്ഞ ശിരസില്ലാത്ത ഉടലിനാണ് കബന്ധം എന്ന് പറയുന്നത്. വായിരിക്കുന്നത് വയറിലും കണ്ണ് നെഞ്ചിലുമാണ് അല്ലേ? ഭീമാകാരമായ രൂപം. കബന്ധന്റെ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. കബന്ധൻ ഈ ശിരസില്ലാത്ത ഒരു വികൃത രൂപമാണ് കബന്ധന്റെ. ഈ ശ്രീരാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് വരുന്നതും ജഡായുവിന് മോക്ഷം കൊടുക്കുന്നതുമാണ് നമ്മൾ കണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഘോര വനത്തിൽ കൂടി ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ വല്ലാത്തൊരു ശബ്ദം കേൾക്കാം. എന്താ ഇത് ഇങ്ങനെ തിരിഞ്ഞ് ഒക്കെ ആ ശബ്ദം കേട്ട ദിക്കിനെ ഒക്കെ നോക്കുമ്പോഴത്തേക്കും രണ്ട് കൈകൾ ഇവരെ വന്ന് നീണ്ടങ്ങ് അമുക്കുകയാണ്. അപ്പൊ ഇവർക്കൊരു പെട്ടെന്നൊരു സമചിത്തത കിട്ടുന്നതിന് മുമ്പ് തന്നെ സംഭവിക്കുന്നത്. അപ്പത്തേന് തന്നെ ഇത് കൈക്കുള്ളിലായി. വാൽമീകി രാമായണത്തിൽ ശ്രീരാമനാണ് പറയുന്നത്, പക്ഷെ ഇവിടെ ലക്ഷ്മണൻ തളരുക അതിനകത്ത്. ഇവിടെ അങ്ങനെയല്ല. ലക്ഷ്മണൻ പറയുന്നു നമ്മളിത് ഇയാളുടെ കൈക്കുള്ളിലായി, ഇത്രയും പെട്ടെന്ന് രണ്ടുപേരും ഒരേ സമയം ഈ കൈകൾ വെട്ടണം. അങ്ങനെ വലത് കൈ രാമനും ഇടത് കൈ ലക്ഷ്മണനും വെട്ടി താഴെ ഇട്ടു. ഉടനെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാവം അങ്ങ് മാറി. അപ്പൊ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ വളരെ ഭീകര രൂപം. കുറച്ച് ദൂരെ നിന്ന് കാണുന്നുണ്ട്, കണ്ടു കഴിയുമ്പോഴാണ് ഈ കൈ വരുന്നതും. അപ്പൊ കാണുമ്പോ ഇദ്ദേഹത്തിന്റെ തലയില്ല, വയറിനകത്ത് വലിയൊരു വായ, നല്ല ഡംസ്ട്രകള്, കാലുമില്ല. അപ്പം ഈ മാംസപിണ്ഡം, കണ്ണ് നെഞ്ചത്ത് ഗോളാകൃതിയിൽ അതിങ്ങനെ വെട്ടി ചുമന്ന ഭീകര രൂപം. അപ്പം താഴെ കൈ വീണപ്പം ആളിന്റെ ഭാവം മാറി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ? എന്നെ ഇതുപോലെ എൻ്റെ കൈകൾ വെട്ടാൻ ഇത്ര ലോകത്തിൽ ആർക്കും പറ്റില്ല, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പം ആര് ചോദിച്ചാലും ശ്രീരാമചന്ദ്രൻ വളരെ കാര്യമായിട്ട് തൻ്റെ കുലത്തെക്കുറിച്ചും അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആ കാര്യങ്ങൾ പറയും. ഇത് സീതയെ അന്വേഷിച്ച് ഞങ്ങൾ വരികയാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയും, ഈ കബന്ധൻ പറയും, നിങ്ങൾ ശ്രീരാമൻ ലക്ഷ്മണനുമാണെങ്കിൽ ഞാൻ ധന്യനായി. എന്നിട്ട് അദ്ദേഹത്തിന്റെ കഥ പറയും. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ധനു എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു. നല്ല സുന്ദരനാണ് ആള്. അപ്പം ഈ സൗന്ദര്യം കൂടുമ്പോൾ തന്നെ ഈ ആള് പെണ്ണ് സ്ത്രീകളുടെ ഇടയിലൊക്കെ വലിയ ഹീറോയാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീകളുമായിട്ടും സല്ലപിച്ചും രസിച്ചും തുനിവാസങ്ങൾ ചെയ്തും ഒക്കെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന് കാമരൂപി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇഷ്ടം പോലെ വേഷം മാറാൻ പറ്റും. അങ്ങനെ ചില സമയത്ത് ഇദ്ദേഹത്തിന് ഒരു വലിയ വിനോദം, ഇദ്ദേഹത്തിന്റെ ഒരു വിനോദം എന്താന്ന് ചോദിച്ചാല് മഹർഷിമാരെയൊക്കെ ചെന്നിട്ട് പേടിപ്പിക്കുക, വികൃത രൂപം കാണിച്ച് പേടിപ്പിക്കുക. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഈ സ്ഥൂല ശിരസ്, എനിക്ക് തോന്നുന്നു അഷ്ടാവക്രൻ, അദ്ദേഹം ഇങ്ങനെ കാട്ടുപഴങ്ങളും ഇതൊക്കെ ശേഖരിച്ച് ഇങ്ങനെ നടക്കുക. അപ്രതീക്ഷിതമായിട്ട് ഇദ്ദേഹം മുന്നേ ചെന്ന് പേടിപ്പിച്ചു. ശരിക്കും പേടിച്ചു അദ്ദേഹം. എന്നിട്ട് മുനിമാർക്ക് പേടി വന്നാലും കോപം വന്നാലും എന്താ ഉണ്ടാകുന്നേ? ശാപിക്കും. ഉടനെ പറഞ്ഞു, നിന്റെ ഈ വേഷം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. മറ്റുള്ളവരെ കണ്ടാൽ പേടിക്കുന്ന രീതിയിലായി ഈ രൂപം മാറത്തില്ല, നിനക്കിനി സുന്ദരനാവാൻ പറ്റത്തില്ല. അതിൽ കൂടുതലൊരു ശാപമുണ്ടോ? അതും ഒരു ഗന്ധർവന്, സുന്ദരനായ ഗന്ധർവൻ അഹങ്കരിച്ച് നടക്കുന്ന ആള്. ഉടനെ താഴെ വീണ് കാല് വീണ് പിന്നെ കരഞ്ഞു വിളിച്ച് ശാപമോക്ഷത്തിന് ഇരക്കും. അപ്പൊ പറഞ്ഞ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ ലക്ഷ്മണനോടുകൂടി വരുമെന്ന്, നിന്റെ കൈകൾ വെട്ടുന്ന സമയത്ത് ശാപമോക്ഷം കിട്ടും. എന്നിട്ട് ഇദ്ദേഹം തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ദീർഘായുസ് കൊടുത്തു. ദീർഘായുസ് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഇദ്ദേഹത്തിന് പിന്നെ അഹങ്കാരം വന്നു. ഓരോരുത്തരെ ജയിക്കണം. ദേവേന്ദ്രന്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പൊ ഈ രൂപമല്ല, ഇപ്പൊ ഈ കാണുന്ന രൂപമല്ല നേരത്തെ ഉള്ളത്, അല്ലാത്തൊരു വികൃത രൂപം, രാക്ഷസീയ രൂപമാണ്. അവൻ ദേവേന്ദ്രന്റെ അടുത്ത് വന്നപ്പം ദേവേന്ദ്രന് അദ്ദേഹത്തിന്റെ 100 മുനയുള്ള വജ്രായുധം അങ്ങോട്ട് പ്രയോഗിച്ചു. അതിന്റെ ഫലമാണ് തലയും കാലും തൊടയും വയറിലോട്ടം കയറി. അന്നേരം എന്നെ വധിക്കെന്ന് പറഞ്ഞ അദ്ദേഹം, ഇല്ല ഞാൻ ചെയ്യത്തില്ല, കാരണം നിനക്ക് ദീർഘായുസ് തന്നിരിക്കുക ബ്രഹ്മാവ്, അതങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങ് തിരിച്ചുപോയി. ഇദ്ദേഹം പിന്നെ വിശപ്പല്ലേ, കഴിക്കണ്ടേ, അപ്പൊ ഇതങ്ങ് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം, ഞാൻ എങ്ങനെ വിശപ്പടക്കും, എങ്ങനെ ഞാൻ ജീവിക്കും എന്ന് ചോദിച്ചോടനെ ആ ഇന്ദ്രൻ വെച്ചു കൊടുത്തതാണ്
വയറിന് വായും കണ്ണും അതേപോലെ തന്നെ ദീർഘ കരങ്ങള് ഓരോ യോജനയുണ്ടെന്നാ പറഞ്ഞു. നല്ല പല്ലുകളും ദംഷ്ട്രകളും വെച്ചു കൊടുക്കും. രാവിലെ ഇതെന്റെ ഇങ്ങനെ വല വിരിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ച് അങ്ങ് അടുപ്പിക്കും. അങ്ങനെ വരുമ്പോ ഇതിനകത്ത് ഇഷ്ടം പോലെ മൃഗങ്ങൾ കാണും. അതിന് വേണ്ടതിന് ആവശ്യം പോലെ കഴിക്കാം, വേണ്ടാത്തതിന് പിന്നെ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോഴാണ് ഇവർ ചെല്ലുന്നത്. അതിന് ചോദിക്കുന്നത്, ഞങ്ങൾ ഇതുപോലെ വന്നിരിക്കുകയാണ്. പറയും, ഞാൻ ഈ രൂപം ശരിക്കുള്ള രൂപം കിട്ടിയാലേ എനിക്ക് ജ്ഞാനം ഉണ്ടാവത്തുള്ളൂ. എൻ്റെ ഈ രൂപം അറിയതോടെ എൻ്റെ അറിവും കാര്യങ്ങളും ഭൂതം ഭാവിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ദഹിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ പൂർവ്വരൂപം കിട്ടുകയാണെങ്കിൽ എനിക്ക് അങ്ങയെ സഹായിക്കാൻ പറ്റും. അങ്ങ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്നിട്ട് പറയാം, അപ്പോഴത്തേനും സൂര്യൻ അസ്തമിക്കാറായി. അന്നേരം പറഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യണം. അപ്പോഴത്തേനും ലക്ഷ്മണനാണല്ലോ എപ്പോഴും വിറക് കൊണ്ടിരുന്നത്. വിറകെല്ലാം വെട്ടിയെടുത്തു, അത് ചെയ്തു ഇത് ചെയ്തു. അഗ്നി അരണി അടയും, ശ്രീരാമൻ അരണി അടയ സമയത്ത് അങ്ങനെ തീ ജ്വലിപ്പിച്ചു. ഇദ്ദേഹം അതിലേക്ക് ഇറങ്ങി. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു വലിയ നെയ്യുരുള പോലെ എന്നാണ് ഇദ്ദേഹത്തിനെ ദഹിപ്പിച്ച അഗ്നി വിഴുങ്ങി നെയ്യുരുള പോലെ ലയിപ്പിച്ച അഗ്നിയിൽ നിന്ന്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അതിമനോഹരമായ ഒരു രൂപമാണ്. നല്ല വേഷവും നല്ല ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഇദ്ദേഹം മേളിലോട്ട് അങ്ങ് പോവുകയാണ്. അവിടെ ചെന്നിട്ട് പറയും, സീതയെ രാവണൻ കൊണ്ടുപോയിരിക്കുന്നു ഇത്. എന്നിട്ട് സുഗ്രീവനെ കുറിച്ചും ബാലിയെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ പറയും. ഇങ്ങനെ രണ്ടുപേരുണ്ടെന്ന് അവരുടെ കഥകൾ അങ്ങ് പറയും. ഇപ്പം സുഗ്രീവൻ ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് തുല്യ ദുഃഖിതരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ചെന്ന് സഖ്യം ചെയ്യണം. ടീച്ചർ, അപ്പോൾ എനിക്കൊരു സംശയം. ഈ സുഗ്രീവനേക്കാളും എന്തുകൊണ്ടും ബലവാൻ ബാലിയാണല്ലേ? പക്ഷെ കബന്ധൻ പറയുന്നത് സുഗ്രീവനോട് സഖ്യം ചെയ്യണമാണ്, സുഗ്രീവനെ പോയി കാണണമെന്നാണ്. അതെന്തുകൊണ്ടായിരിക്കും? നമുക്ക് നേരത്തെ രാമായണം ആദ്യം മുതൽ വായിക്കുമ്പോൾ പിന്നീട് നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും അവിടെ സൂചനയുണ്ട്. അവിടെ നിമിത്തങ്ങളുണ്ട്, വിധിയുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പല ശ്രാവണകുമാരനൊക്കെ പറയുമ്പോൾ വിധിയുടെ കാര്യം പറഞ്ഞു. ഇവിടെയും വിധിയാണ്. രാമന്റെ കൈകൾ കൊണ്ട് മരിക്കേണ്ടത് ബാലിയാണ്. തന്നെയുമല്ല, ഈ കബന്ധൻ അതുകൊണ്ടാവാം സുഗ്രീവന്റെ പേര് ഇവിടെ പറയുന്നത്. വിധിയിൽ ആണ് ഇത് ഈ സഖ്യം ചെയ്യാൻ പറ്റിയത്. എന്നിട്ട് ശബരിയെ കാണുന്ന കാര്യം കൂടെ പറയുന്നു. ഇത്രയും പറഞ്ഞ് വീണ്ടും അത് മേളിലോട്ട് പോയിട്ട് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങ് പൂർവ്വരൂപം പ്രാപിച്ച് ഗന്ധർവനായിട്ട് തിരിച്ചു പോവുകയും ഈ ശ്രീരാമനും ലക്ഷ്മണനും വീണ്ടും സീതയെ അന്വേഷിച്ച് നടക്കുകയും ചെയ്തു. അപ്പം ഇത് ഇവിടെ മോള് നേരത്തെ പറഞ്ഞ പോലെ രാക്ഷസന്മാരെ കൊല്ലുകയല്ല ചെയ്യുന്നത്. അവരിലെ രാക്ഷസീയത, തിന്മ ഇതെല്ലാം മാറ്റിയെടുത്തൊരു പരിശുദ്ധ രൂപത്തിലേക്ക് മോക്ഷം നൽകി മാറ്റിയെടുക്കുക കൂടെയാണ് ചെയ്യുന്നത്. നമുക്ക് കബന്ധൻ എൻ്റെ കഥ. അതെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ കഥാപാത്രങ്ങൾ രാമായണത്തിൽ ഇങ്ങനെ കാത്തിരിക്കുന്നു അല്ലേ, ശ്രീരാമന്റെ കൈകൊണ്ട് മരണം സിദ്ധിച്ച് മോക്ഷം ലഭിക്കാനായിട്ട്. വീണ്ടും നമുക്ക് അടുത്ത കഥയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.